ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. വായനയുടെ ഒരു 3.5 പതിറ്റാണ്ടിനിടയിൽ പുസ്തകങ്ങൾ എന്നിലേക്ക് പ്രസരിപ്പിച്ച ഊർജം എൻ്റെ അധ്യാപനത്തെയും എഴുത്തിനെയും പ്രഭാഷണത്തെയും സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വായന. ഈ പരമ്പരയിൽ എഴുത്തുകാരനും കലാനിരൂപകനുമായ ഡോക്ടർ NP വിജയകൃഷ്ണൻ തന്റെ വായനാനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവച്ച പരിപാടിയുടെ അവസാന ഭാഗം. പല കാലങ്ങളിൽ പല പുസ്തകങ്ങൾ വായിച്ചു. അവനവൻ്റെ ഭാവുകത്വത്തെ പുതുക്കാനും സ്വയം നവീകരിക്കാനും കാലികമായ വായന ആവശ്യമാകുന്നു. ഒരു കാലത്ത് ഹരം കൊണ്ട് വായിച്ച കൃതികൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം വായിച്ചപ്പോൾ അത് 1/3 സംഗ്രഹിച്ച് വായിക്കാൻ തോന്നി. ഖസാക്കിൻ്റെ ഇതിഹാസത്തോളം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് OV വിജയൻ്റെ കഥകൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ OV വിജയൻ്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഇത്രമേൽ സർഗാത്മകമായ രാഷ്ട്രീയ നിരീക്ഷണ ശക്തിയുള്ള ഒരു എഴുത്തുകാരൻ കേരളത്തിൽ ജീവിച്ചിരുന്നില്ല എന്ന് തോന്നും. പിതാമഹനിൽ നിന്ന് കാവി എന്ന നോവലിലേക്ക് എത്തുമ്പോൾ VK-നുണ്ടായ വളർച്ച അത്ഭുതാദരങ്ങളോടെ നോക്കി കണ്ടിട്ടുണ്ട്. മലയാള ഭാഷയെ അപനിർമ്മിച്ചവരിൽ ഏറ്റവും പ്രധാനി OV വിജയനും VK-നും ആണ്. അവരാണ് മലയാളത്തിൻ്റെ യശസ്തംഭങ്ങൾ നോവലിലും കഥയിലും എന്ന് തോന്നുമാറുള്ള ഭാഷയിലും പ്രമേയത്തിലും ഉള്ള അവരുടെ പരിചരണം കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. രണ്ടാമൂഴമുണ്ടെങ്കിലും കാലവും നാലുകെട്ടുമുണ്ടെങ്കിലും MTയുടെ ഏറ്റവും മികച്ച നോവൽ അസുരവിത്താണ് എന്ന് ഞാൻ പറയും. ആരോഗ്യ നികേതനത്തിന് തുല്യമാണ് ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും. ഒരുപക്ഷെ മലയാളത്തിൻ്റെ താരാശങ്കർ ബാനർജിയായിട്ട് നമുക്ക് ഉറൂബിനെ കാണാം. CV കൃതികളിൽ ഏറ്റവും മഹത്തരം രാമരാജ ബഹദൂർ തന്നെ. രാമരാജ ബഹദൂറിനോളം ശക്തിയുള്ള ഒരു നോവൽ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടാണ് ഏറ്റവും മികച്ച നോവൽ. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യൻ തുടങ്ങിയ ഗംഭീര കഥകൾ. ഒരു നോവലിസ്റ്റ് എന്നതിനേക്കാൾ ഒരു കഥാകൃത്തായിട്ട് ബഷീറിനെ കാണാനാണ് എനിക്കിഷ്ടം. ബാലസാഹിത്യത്തിൽ ഉണ്ണിക്കുട്ടൻ്റെ കഥ പറഞ്ഞ നന്ദനാരുടെ ഭാഷാശൈലി, അതിനെ തുടർന്ന് സുമംഗലയും P നരേന്ദ്രനാഥും KV രാമനാഥനും മലയാളത്തിലെ ബാലസാഹിത്യത്തെ സർഗാത്മകമാക്കിയത് ഞാൻ വായിക്കുകയുണ്ടായി. ചരിത്രവും രാഷ്ട്രീയവും സാമൂഹ്യശാസ്ത്രവും സമന്വയിപ്പിച്ച് അതിനെ ഹാസ്യാത്മകമായി അവതരിപ്പിച്ച് ഒരു ചാക്യാരുടെ റോളിൽ പകർന്നാടിയ VK-നെ വെല്ലാൻ മറ്റൊരു എഴുത്തുകാരൻ ഇല്ല എന്ന് തോന്നിയിട്ടും ഉണ്ട്. മുകുന്ദൻ്റെ ആഘോഷിക്കപ്പെട്ട മയ്യഴിപ്പുഴയുടെ തീരങ്ങളെക്കാൾ ഗംഭീരമാണ് 90കളിൽ അദ്ദേഹം എഴുതിയ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന നോവൽ. മലയാള നോവൽ അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അത് കാലികമായി പുതുക്കി എഴുതുകയും കാലിക വിഷയങ്ങളിലെ നോവലിലേക്ക് സംക്രമിപ്പിക്കുകയും ചെയ്തത് മുകുന്ദൻ മാത്രമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഉണ്ണായി വാര്യരുടെ നളചരിതത്തിൻ്റെ കാവ്യഗരിമയ്ക്ക് പകരം മറ്റൊരു ആട്ടക്കഥ ഇല്ല. സ്വയം ഒരു ദൃശ്യ കാവ്യമായി ഉണ്ണായി വാര്യരുടെ നളചരിതം മലയാള സാഹിത്യ ചരിത്രത്തിലും കഥകളിയുടെ ചരിത്രത്തിലും ഇങ്ങനെ തികഞ്ഞ് തെളിഞ്ഞ് നിൽക്കുകയാണ്. പദസമ്പത്തിൽ തുഞ്ചത്തെഴുത്തച്ഛനേക്കാൾ മേലെയാണ് കുഞ്ചൻ നമ്പ്യാർ. കല്യാണ സൗഗന്ധികം തുള്ളലിൽ വർദ്ധിതതരധവള ഹിമാചല സന്നിഭ തുംഗശരീരൻ എന്ന്
ഹനുമാന്റെ വിശ്വരൂപത്തെ ഒരു സമസ്ത പദത്തിലൂടെ ആവിഷ്കരിക്കാൻ മലയാളത്തിൽ നമ്പ്യാർ മാത്രമേ ഉള്ളൂ. ചങ്ങമ്പുഴ എന്നെ സ്വാധീനിക്കുന്നത് 3-4 കവിതകളിൽ മാത്രം, മനസ്വിനിയിലും കാവ്യ നർത്തകിയിലും മാത്രം എന്നും പറയാം. എൻ്റെ പ്രിയപ്പെട്ട കവി എന്നും എക്കാലവും പി കുഞ്ഞിരാമൻ നായർ തന്നെ. വൈലോപ്പിള്ളി കവിതയുടെ ഒരു വായനാ സൗഖ്യം ആസ്വദിക്കുമ്പോഴും പലപ്പോഴും കവിത തുന്നിക്കൂട്ടുന്ന ഒരു സമ്പ്രദായം വൈലോപ്പിള്ളിക്ക് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. പി കുഞ്ഞിരാമൻ നായരോളം ഇങ്ങനെ കവിത ഒഴുകി വന്നെത്തുന്ന, അല്ലെങ്കിൽ നമ്പ്യാരോളം കവിത ഒഴുകി വന്നെത്തുന്ന ഒരു ശീലം വൈലോപ്പിള്ളിക്കില്ല എങ്കിലും വൈലോപ്പിള്ളി കവിത വായിക്കുമ്പോൾ നമുക്ക് കാളിദാസനെ വായിക്കുന്ന ഒരു സുഖം വരുന്നു. കാളിദാസൻ്റെ എല്ലാ കൃതികളും എനിക്കിഷ്ടമാണ്. അതിലേറ്റവും ഇഷ്ടം ഹൃദു സംഹാരമാണ്. ഇടശ്ശേരിയും ജിയും കടമ്മനിട്ടയും ചുള്ളിക്കാടും അക്കിത്തവും വന്യതയുടെ സൗന്ദര്യം പകർന്ന കവികളാണ്. എനിക്കിതേ വേണ്ടൂ, പറഞ്ഞു പോകരുത്, ഇത് മറ്റൊന്നിൻ്റെ പകർപ്പെന്ന് മാത്രം എന്ന് പറയുന്ന ആ ഇടശ്ശേരി തന്നെ എല്ലാമെല്ലാം തച്ചു തകർത്തു പറന്നണയുന്ന കൊടുങ്കാറ്റേ, നീ പുല്ലമലർക്കുലകൾക്ക് സരാഗപരാഗമണച്ചിടുമെന്നാരോർത്തു എന്ന് ഇടശ്ശേരി എഴുതുന്നു. ഇമ ചിമ്മി ചിമ്മി നോക്കി നിന്നുപോയി ഞാൻ മൂവന്തിക്ക കമനീയ മഹാനട നടനലീല എന്ന് അതേ കാലത്ത് തന്നെ ശങ്കരക്കുറുപ്പ് എഴുതുന്നു. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെൻ ആത്മാവിൽ 1000 സൗരമണ്ഡലം എന്ന് അക്കിത്തം എഴുതുന്നു. മലയാള കാവ്യ കലയെ ഒരു കാലഘട്ടം മുഴുവൻ സ്വാധീനിച്ച ഈ കവികൾ ആ കവിതകളിലൂടെ വീണ്ടും സഞ്ചരിക്കുമ്പോഴാണ് എത്ര സമ്പന്നമായ ഒരു കാവ്യകാലം നമുക്കുണ്ടായിരുന്നു എന്ന് അത്ഭുതപ്പെടുന്നത്. പൂന്താനം ദാർശനികതയെ ലളിതമാക്കിയ കവിത്വ സമ്പന്നനാണ്. ചെവി തന്നിത് കേൾപ്പിനെല്ലാവരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ജ്ഞാനപ്പാന വായിച്ചാൽ പിന്നീട് ഭാഗവതം വായിക്കേണ്ട ആവശ്യം ഇല്ല. എം.എൻ. പാലൂരും സച്ചിദാനന്ദനും കൊണ്ടുവന്ന ആധുനികത, ഡി. വിനയചന്ദ്രൻ്റെ കവിതകളിലെ സംസ്കാര വഴക്കം, നാടോടി സംസ്കാരത്തിൻ്റെയും ക്ലാസിക്കൽ സംസ്കാരത്തിൻ്റെയും ആവാഹനം, ആറ്റൂർ രവിവർമ്മയുടെ കവിതയിലെ കുറുകൽ എന്നിവ എന്നെ ഏറെ ആകർഷിച്ചിട്ടും ഉണ്ട്. കവിതയിൽ എഴുതിയ ആത്മകഥ എന്ന് പറയേണ്ട പിയുടെ 3 ആത്മകഥകൾ, ചെറുകാടിൻ്റെ ജീവിതപ്പാത, വീട്ടിയുടെ കണ്ണീരും കിനാവും, മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ, എം.എൻ. പാലൂരിൻ്റെ കഥയില്ലാത്തവൻ്റെ കഥ, കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ എൻ്റെ ജീവിതം അരങ്ങിലും അണിയറയിലും എന്നീ ആത്മകഥകൾ എൻ്റെ വായനയെ സമ്പന്നമാക്കി. കെ പി അപ്പനെക്കുറിച്ച് പ്രസന്നരാജൻ എഴുതിയ ജീവചരിത്രം, എം ടിയെപ്പറ്റി ഡോക്ടർ കെ ശ്രീകുമാർ എഴുതിയ ജീവചരിത്രം എന്നിവയാണ് ഈയിടെ വായിച്ച മികച്ച പുസ്തകങ്ങൾ. കെ സി നാരായണൻ മഹാഭാരതത്തെ കുറിച്ച് എഴുതിയ അതിൻ്റെ ഏറ്റവും പുതിയ വായന എന്ന രീതിയിൽ മഹാഭാരതം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന പുസ്തകം, സുഭാഷ് ചന്ദ്രൻ്റെ എം ടിത്തം, ശ്രീകാന്ത് കോട്ടക്കലിൻ്റെ അത്രമേൽ അപൂർണം എന്നീ പുസ്തകങ്ങൾ പത്രപ്രവർത്തന രംഗത്ത് നിന്നുള്ള സർഗാത്മക വായന സമ്പന്ന പുസ്തകങ്ങളായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അക്കിത്തത്തിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം അത് എഴുതിയ കാലത്ത് കവി എത്രമാത്രം ദർശന സമ്പന്നമായ ഒരു ആശയമാണ് അവതരിപ്പിച്ചത് എന്ന് ഇന്ന് വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടാം. ഒരു കാലഘട്ടം മുഴുവൻ കവിത മാത്രം ജീവിതം ആക്കിയവരുടെ കൃതികൾ വായിക്കുമ്പോൾ, അത് വൈലോപ്പിള്ളിയെയും ഇടശ്ശേരിയെയും വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാവ്യാനുഭവം എന്ന രസം പുതിയ കാലത്തെ
കവികൾക്ക് നൽകാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. സ്വസ്ഥവും ധ്യാനാത്മകവുമായ സ്ഥലികളിൽ ഇരുന്നു വേണം വായന എന്ന് ഇല്ല. തീവണ്ടി വരാൻ കാത്തിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ, തീവണ്ടി യാത്രയിൽ, ജോലിസ്ഥലത്ത് ഇടവേളകളിൽ എല്ലാം വായിക്കുക എൻ്റെ ശീലമാണ്. ഒപ്പം വായനയ്ക്കിടയിൽ എനിക്കുള്ള ഒരു ശീലം, അത് എന്നെ സ്വാധീനിച്ച ഭാഗങ്ങൾ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുക എന്നുള്ളതാണ്. പിന്നീട് എപ്പോഴെങ്കിലും ആ സ്വാധീനിച്ച ഭാഗങ്ങൾ വീണ്ടും എടുത്ത് വായിക്കുക എന്നതും എൻ്റെ ഒരു ശീലമാണ്. ഞാനിപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകം അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ. ആദ്യ വരിയിൽ തന്നെ അതിൽ എക്സലൻ്റ് എന്നൊരു വാക്കുണ്ട്, എക്സലൻ്റ് സെപ്റ്റംബർ. അപ്പോൾ പുസ്തകവും അപ്രകാരമായിരിക്കും എന്ന് എനിക്ക് ഒരു മുൻവിധി ഉണ്ട്. മാതൃത്വത്തിൻ്റെ ഭിന്ന മുഖങ്ങളിലൂടെയുള്ള ഒരു പകർന്നാട്ട പുസ്തകമായിട്ടാണ് ഒരു അധ്യായം മാത്രം പിന്നിട്ടപ്പോൾ എനിക്ക് അത് തോന്നിയിട്ടുള്ളത്. പല പുസ്തകങ്ങളിലും എനിക്ക് വായനയ്ക്കൊപ്പം ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ചിത്രങ്ങൾ, ആർട്ടിസ്റ്റ് മദനൻ്റെ ചിത്രങ്ങൾ, ഇതെല്ലാം പലപ്പോഴും വായനയ്ക്ക് അനുബന്ധമായിട്ട് അതിൻ്റെ ദൃശ്യ സമ്പന്നതയ്ക്ക് പോലും കാരണം ആയിട്ടുണ്ട്. ഒരു പുസ്തകത്തിൽ, ഒരു നോവലിൽ, ആ നോവലിനപ്പുറം നമ്പൂതിരിയുടെ വര ഉണ്ടെങ്കിൽ നമ്മൾ ആ നോവൽ വായിക്കുന്നതോടൊപ്പം ആ ചിത്രവും വായിക്കുന്നു. ഉദാഹരണത്തിന് രണ്ടാമൂഴം എന്ന പുസ്തകം നമ്പൂതിരിയുടെ ചിത്രങ്ങളോട് കൂട്ടി വായിക്കേണ്ട ഒരു പുസ്തകമായിട്ട് അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ദേശത്തിൻ്റെ കഥയേക്കാൾ എസ്.കെയുടെ ഏറ്റവും മികച്ച നോവൽ ഒരു തെരുവിൻ്റെ കഥയാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടും ഉണ്ട്. ആ നിലയ്ക്ക് ഒ ചന്തുമേനോൻ്റെ ഇന്ദുലേഖ ഇന്നും പഠിക്കപ്പെടേണ്ട പുസ്തകമാണ്. അതിനു മുമ്പ് എഴുതിയ അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയും മറ്റൊരു രീതിയിൽ പഠിക്കപ്പെടേണ്ട പുസ്തകം ആണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഏറ്റവും പുതിയ കാലത്തെ നോവലുകളിൽ സുഭാഷ് ചന്ദ്രൻ്റെ സമുദ്രശിലയാണ് റിയൽ ഓർ അൺറിയൽ എന്ന ഒരു സന്ദേഹം നിലനിർത്തിക്കൊണ്ട് ഒരു പുതിയ വായന അനുഭവം നൽകിയ പുസ്തകം. ഒരു ദിവസം ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ 10 പേജെങ്കിലും, അത് പുതിയ വായനയായിരിക്കാം, പുനർവായനയായിരിക്കാം, അതില്ലാതെ ഈ ഒരു 1/4 നൂറ്റാണ്ടിനിടയ്ക്ക് എൻ്റെ ഒരു ദിവസവും കഴിഞ്ഞ് പോയിട്ടില്ല എന്നതാണ്. അത്രമേൽ ഞാൻ വായനയോട് ആഭിമുഖ്യം ഉള്ള ആളാണ്. പ്രലോഭനീയവും വിലോഭനീയവുമായ ശൈലി കൊണ്ട് നമ്മെ അമ്പരപ്പിച്ചവരാണ് അവരെല്ലാം. ആ വായനയുടെ ആ സംസ്കാരം ആർജിച്ചതിൻ്റെ ഒരു സാരസത്ത എൻ്റെ എഴുത്തിനെ, അധ്യാപനത്തെ, പ്രഭാഷണത്തെ എല്ലാം സജീവം ആക്കിയിട്ടുണ്ട്. ആ നിലയ്ക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ പുസ്തകങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. അത് എഴുതിയ എഴുത്തുകാരോടും കടപ്പെട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ വായന. ഡോക്ടർ എൻ.പി. വിജയകൃഷ്ണൻ തന്റെ വായനാനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുകയായിരുന്നു ഇതുവരെ. ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ.